സുഗമമായിട്ട് ശുശ്രൂഷ പങ്കെടുക്കാൻ സാധിക്കും. അഭിനന്ദിതാവെ, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൂടുതൽ നമ്മുടെ സഭയ്ക്കൊത്തിരി നമ്മൾ പ്രദാനം ചെയ്ത ഒരു കുടുംബമാണ് വൈദിക കുടുംബം. അതുമാത്രമല്ല, ഇടവകയിലെ ഏറ്റവും മുതിർന്ന വന്യ പിതാവ് കൂടിയായിരുന്നു നമ്മൾ വാങ്ങിപ്പോയ പരിചയം വയസ്സ് ദൈവം അനുഗ്രഹിച്ച് നൽകി. ഈ ആത്മീയ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് അവരുടെ ശുശ്രൂഷകൾക്ക് നമ്മുടെ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജോസഫ് തോമസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സാണ്. അഭിനന്ദിതാവ് ദീർഘദൂരം യാത്ര എന്ന 2-3 പരിപാടി കഴിഞ്ഞിട്ടാണ് അഭിനന്ദിതാവ് ഈ മനസ്സോടുകൂടി പ്രത്യേകിച്ച് അരമനയിൽ അഭിനന്ദിതാവിനോട് ചേർന്നുകൊണ്ട് ദൈവികമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണല്ലോ നമ്മുടെ ജേക്കബ് അച്ഛനോടുള്ള സ്നേഹവും കരുതലും അഭിനന്ദിതാവ് കാണിച്ച അതിയായി സന്തോഷിക്കുന്ന അഭിനന്ദിതാവിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ നമ്മുടെ കോർപ്പിസ്കോപ്പ് അച്ഛന്മാര്, അതുപോലെ തന്നെ മുഖ്യ വികാരികളാണ് വന്നിയ സെബാസ്റ്റ്യൻ പിള്ളച്ചൻ, അതുപോലെ തന്നെ കോർപ്പിസ്കോപ്പ് അച്ഛന്മാര്, എപ്പിസ്കോപ്പൽ വികാരിയച്ഛന്മാര്, പ്രോട്ടോ വികാരിയച്ഛന്മാര്, മുൻ വികാരിമാര്, ദേശപ്രവർത്തകര്, മറ്റു ബഹുമാന വൈദികർ, അതുപോലെ തന്നെ സമർപ്പിതർ, അതുപോലെ തന്നെ നമ്മുടെ വിവിധ ഇടവുകളിൽ നിന്ന് വന്നിരിക്കുന്ന കുടുംബാംഗങ്ങള്, അതുപോലെ ബന്ധുമിത്രാദികള്, നമ്മുടെ സഭാ സ്നേഹികള്, ഇവരെല്ലാവരെയും ഞാൻ ദൈവതിരുനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഒറ്റവാക്കില് സ്വാഗതം ചെയ്യുന്നുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. Amen.
താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ പ്രകാരം ഞങ്ങൾ പേശപൂർണമായ ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും മനുഷ്യരുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രജ്ഞാൻ ഈ ദാസന്റെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. തെറ്റുകൾ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസന്റെ യാത്രയ്ക്ക് അതിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ നീട്ടിക്കൊടുത്ത രണ്ടാമരണമാകുന്ന ചുഴിയുന്ന ഈ ദാസനെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ ശക്തിയാൽ ഈ ദാസനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ദാസന്റെ പ്രമാണലംഘനങ്ങൾക്ക് അകത്തുപോലെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യങ്ങളിൽ തൃപ്തരാകണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധ നാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസനിലും ഓർക്കണമേ. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസനെ ഉദിക്കുമാറാകണമേ. ദാസൻ വിശ്വസിച്ച ദേവയുടെ സേവ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശപ്രദമായി തീരണമേ. കർത്താവേ, നിന്റെ അഭിഷേകത്തിനുള്ള പ്രത്യാശയും ഞങ്ങൾക്കുണ്ടാകുന്ന അടുക്കിലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും അഗ്നിയുമായ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻപോട്ട് പ്രാപിച്ചവരെ ഇവിടെ അവശേഷിക്കുന്നവരായ ഞങ്ങളെയും അന്തമില്ലാത്ത രാജ്യത്തിൽ നിന്നെ ഏകജാതനെയും പരിശുദ്ധമായി സ്തുതിച്ചു പോറ്റുവാൻ യോഗ്യരാക്കണമേ. ജീവനുള്ളവരുടെ പട്ടണങ്ങളുടെ മധ്യ ചെയ്യുമാറാകണമേ. വർഷിക്കട്ടെ താരന്താ
ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്.
ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗമികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരനെ ശരീരത്തിന്റെയോ രക്തത്തിന്റെയോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുവയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുത്തും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മനുഷ്യരായുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ഭാർഗമോ ദൈവത്തിന്റെ ജീവവചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ ജീവനുള്ളവനും നമ്മുടെ ഉത്ഥാനകാലത്ത് ഇപ്രകാരം മരണം ചെയ്തു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനങ്ങൾക്ക് എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യാജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പൃഥ്വിരാവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കിടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രമിക്കുന്നവൻ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. ഇത് നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കടലുകളുള്ളവരല്ല അവന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാർത്ഥികളുടെ ഉയർപ്പിനായും പുറത്തു വരുമെന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ലഭിക്കട്ടെ. പിതാവിന്റെയും തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ ദൈവതയുടെ മുഖ്യ വികാരങ്ങൾ മനുഷ്യ വികാരി എന്നാൽ പുസ്തകരെ വൈദികരെ ഈ ലോകയുടെ വികാരി പ്രിയപ്പെട്ട
തോമസ് ക്രിസ്തുവിൻ്റെ അച്ഛൻ, ഏറ്റവും സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഈ പിതാവിൻ്റെ നിര്യാണത്തിന് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അനുഗ്രഹീതനായ പിതാവ് പാലിക്കൽ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സഭാ കൂട്ടായ്മയിൽ നിന്ന് 90 വർഷക്കാലം ഈ ലോകത്തെ ജീവിച്ചതിന് ശേഷം സ്വർഗീയ സമ്മാനത്തിനായിട്ട് കടന്നു വരികയാണ്. ഈ പിതാവിൻ്റെ നിര്യാണത്തിന് ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നമ്മുടെ രൂപതയുടെ കാര്യങ്ങളായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് ക്രിസ്റ്റിനോടും പ്രിയപ്പെട്ടവരോടും ശ്രീയാനിക്കാൻ ശ്രമിക്കുന്ന സഭയുടെ തലവനാവുമായ തിരുമേനിക്കും നമ്മുടെ സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും, വൈദികർക്കും, സന്യസ്തർക്കും, ദൈവ മക്കൾക്കുമുള്ള അനുശോചനവും സ്നേഹവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. മരണം നമുക്ക് എല്ലായ്പ്പോഴും ദുഃഖം സമ്മാനിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സുനിശ്ചിതമായ ഒരു കാര്യമാണ് ഈ ലോകത്തെ ജീവിക്കുന്ന എല്ലാവരും ഒരു കാലഘട്ടം കഴിയുമ്പോൾ മരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളത്. മരണത്തെ സംബന്ധിച്ച് ലോകത്തിന് ഏറ്റവും പ്രത്യാശ നിർഭരമായ സന്ദേശം നൽകിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മളെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് കർത്താവ് പറയുന്നു, സത്യനിശ്ചയമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. യേശുവിനെ അരുളി ചെയ്യുക മാത്രമല്ല, ഈ ലോകത്തെ ജീവിച്ചിരുന്ന അവസരത്തിൽ പുരുഷനെ തന്നെ യാഗമായിട്ട് അർപ്പിക്കുകയും കുരിശിലെ മനുഷ്യ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട് എന്ന് ലോകത്തെ സാക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പിതാവ് മരിച്ചുവെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വേദനയും ദുഃഖവും വേർപാടിൻ്റെതായ പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വരികിൽ തന്നെയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചും മരണം ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ജനിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പങ്കുവെച്ചുകൊണ്ട് ഈ ലോകത്തെ ജീവിക്കുകയും ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് വീണ്ടും ദൈവസന്നിധിയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. അതുപോലെ പിതാവിൻ്റെ വേർപാട് നമുക്ക് ദുഃഖം നൽകുന്നുണ്ട് എന്ന ദൈവത്തിനെയും ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ പിതാവ് സ്വർഗത്തിലേക്ക് കയറി സ്വർഗീയ സാന്നിധ്യമായി നമ്മെ ഇനി അനുഗ്രഹിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നമുക്ക് നൽകുന്ന മരണത്തിൻ്റെ ഉത്തരം എന്ന് പറയും. ഈ പിതാവിന് ദീർഘകാലം ഈ ലോകത്തെ ജീവിക്കുവാനും അനേകം നന്മകളിൽ പങ്കെടുക്കുവാനും നല്ല കുടുംബത്തിന് നേതൃത്വം നൽകുവാനും വിശ്വാസ കൂട്ടായ്മ പണിതുയർത്തുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവം നൽകി എന്നുള്ളത് സന്തോഷത്തോടെ നമ്മൾ അനുസ്മരിക്കുക. എല്ലാവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ചീരാൽ ഇടവ കൂട്ടായ്മ ഒരു ചെറിയ സമൂഹമായിരുന്ന അവസരത്തിൽ അതിനെ ആരംഭം കുറിക്കുകയും
ഈ ഇടവകയുടെ വളർച്ചയിൽ ഓരോ കാലഘട്ടങ്ങളിലും നിർണായകമായ ത്യാഗപൂർവമായ ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പിതാവ് ഏറ്റവും അധികം ആശ്രയം വെച്ചിരുന്നത് പിതാവായ യേശു ക്രിസ്തുവിലാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും വീട്ടിലെ പ്രാർത്ഥനകളെ നടത്തുകയും ദൈവം നൽകിയ അനുഗ്രഹീതരായ 6 മക്കളെയും ഇതിലെ പ്രിയപ്പെട്ട സഹധർമ്മയോട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അമ്മയോട് ചേർന്ന് വിശ്വാസത്തെ വളർത്തി ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ പിതാവ് ദൈവത്തോട് കാണിച്ച വലിയ കരുതലിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാളമായിട്ട് നമ്മളെ മനസ്സിലാക്കുക. ഈ ദേവാലയത്തിൽ വരികയും വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുകയും ഈ ദേവാലയത്തിൻ്റെ വളർച്ചയിൽ നിശബ്ദമായി എല്ലാവരോടും ചേർന്ന് ഇതിനെ വളർത്തി ഉയർത്തി മലങ്കരാശ്രീയാനി കത്തോലിക്ക സഭയുടെ ഒരു വലിയ വിശ്വാസ കൂട്ടായ്മയാക്കി തീർക്കുന്നതിൽ ഈ പിതാവ് നിസ്തുലങ്ങളായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പിതാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരെപ്പറ്റിയും ഈ പിതാവ് കുറ്റം പറയുകയോ അല്ലെങ്കിൽ അതൃപ്തിയോടെ സംസാരിക്കുകയോ ബഹുമാനമില്ലാതെ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ശാന്തനായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം കൽപ്പിച്ച എല്ലാ ദൈവിക ഉത്തരവാദിത്വങ്ങളും ദൈവ കൃപയിൽ പൂർത്തിയാക്കുവാൻ ഈ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. ദൈവം ഈ പിതാവിനും മാതാവിനും നൽകിയ 6 മക്കളെയും ദൈവവിശ്വാസത്തെ വളർത്തുവാനും നമുക്കറിയാവുന്ന പോലെ ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ കുടിയേറി കിടന്നു വന്ന് ദൈവ മക്കൾ അനുഭവിച്ച ത്യാഗവും സഹനവും വെല്ലുവിളികളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ദൈവം നൽകിയ മക്കളെ വിശ്വാസത്തിലും നല്ല വിദ്യാഭ്യാസത്തിലും സഭാ സമർപ്പണത്തിലും ഒക്കെ വളർത്തിയെടുക്കുവാൻ ഈ പിതാവും മാതാവും നിശ്ചയമായിട്ട് ശ്രദ്ധിച്ചു. ഈ പിതാവിനെ അവിടുത്തെ അനുഗ്രഹിക്കുന്നതിനായ മക്കളിൽ പ്രിയപ്പെട്ട തുടങ്ങിയവർ നമ്മുടെ ഒന്നായ പ്രവേശനരംഗത്ത് ഇസ്രായേലിന്റെ പ്രവർത്തന രംഗത്ത് ഈ ഇടവകയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ സമഗ്രമായ പിതാവിക്ക് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിൽ ഏറ്റവും അധികം നമുക്ക് എടുത്തു പറയാനായിട്ട് സാധ്യമാകുന്നത് തേനി രൂപതയുടെ വികാരി ജനറലായിരുന്നുകൊണ്ട് ഇതിനെ താമസിച്ച് നമ്മുടെ രൂപതയ്ക്ക് മുഴുവൻ പ്രാർത്ഥിക്കുകയും രൂപതയുടെ പ്രസവധിക ശുശ്രൂഷകളിൽ രൂപത അധ്യക്ഷനോട് ചേർന്ന് ഈ രൂപത കടന്നുയർത്തുന്നതിൽ വളരെ ത്യാഗനിർഭരമായ ശുശ്രൂഷ നൽകുന്ന ബഹുമാനപ്പെട്ട ജയിക്കം വാരിക്കലച്ചനാണ്. പിന്നെ പണ്ഡിതനായ ഒരു പുരോഹിതനാണ് എന്ന് നമ്മൾക്കറിയാം. ദീർഘകാലം വിദേശത്ത് പോയി പഠിക്കുകയും നല്ല അറിവ് സമ്പാദിക്കുകയും നമ്മുടെ സെമിനാരിയുടെ ഡോക്ടറായി അനേക വർഷം ശുശ്രൂഷ ചെയ്യുകയും സെമിനാരിയിലെ ഇൻസ്ട്രക്ടറായിട്ടും ഡീനായിട്ടും പ്രവർത്തിക്കുകയും അങ്ങനെ അനേകം വൈദിക വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വൈദികരായി നമ്മുടെ രൂപതയുടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കും സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കുമെല്ലാം അനുകരണീയമായ ഒരു ഗുരുവായി അധ്യാപകനായി ഇതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ശുശ്രൂഷ നിർവഹിക്കുന്ന പുരോഹിതനായി ഈ കുടുംബത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്ന്. നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരിയായിട്ടും ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ രൂപതയുടെ വികാരങ്ങളായി ഈ രൂപതയിലുള്ള എല്ലാ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരെപ്പറ്റിയും ഈ പിതാവ് കുറ്റം പറയുകയോ അല്ലെങ്കിൽ അതൃപ്തിയോടെ സംസാരിക്കുകയോ ബഹുമാനമില്ലാതെ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ശാന്തനായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം കൽപ്പിച്ച എല്ലാ ദൈവിക ഉത്തരവാദിത്വങ്ങളും
ദൈവ കൃപയിലെ വൃത്തിയാക്കുവാൻ ഈ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. ദൈവം ഈ പിതാവിനും മാതാവിനും നൽകിയ 6 മക്കളെയും ദൈവവിശ്വാസത്തെ വളർത്തുവാനും നമുക്കറിയാവുന്ന പോലെ ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ കുടിയേറി കിടന്നു വന്ന് ദൈവമക്കൾ അനുഭവിച്ച ത്യാഗവും സഹനവും വെല്ലുവിളികളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ദൈവം നൽകിയ മക്കളെ വിശ്വാസത്തിലും നല്ല വിദ്യാഭ്യാസത്തിലും സഭാ സമർപ്പണത്തിലും ഒക്കെ വളർത്തിയെടുക്കുവാൻ ഈ പിതാവും മാതാവും വിധേയമായിട്ട് ശ്രദ്ധിച്ചു. ഈ പിതാവിനെ അവിടുത്തെ അനുഗ്രഹിക്കുന്നതിനായ മക്കളിൽ പ്രിയപ്പെട്ട തുടങ്ങിയവർ നമ്മുടെ ഒന്നായ പ്രവേശനരംഗത്ത് ഇസ്രായേലിന്റെ പ്രവർത്തന രംഗത്ത് ഈ ഇടവകയുടെ സെന്റ് സ്കൂൾ പ്രസ്ഥാനത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ സമഗ്രമായ പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിലേറ്റവും അധികം നമുക്ക് എടുത്തു പറയാനായിട്ട് സാധ്യമാകുന്നത് തേനി രൂപതയുടെ വികാരിയിൽ ഒരാളായിരുന്നുകൊണ്ട് ഇതിനെ താമസിച്ച് നമ്മുടെ രൂപതയ്ക്ക് മുഴുവൻ പ്രാർത്ഥിക്കുകയും രൂപതയുടെ പ്രസവധിക ശുശ്രൂഷകളിൽ രൂപത അധ്യക്ഷനോട് ചേർന്ന് ഈ രൂപത കടന്നുയർത്തുന്നതിൽ വളരെ ത്യാഗനിർഭരമായ ശുശ്രൂഷ നൽകുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് വാലിക്കലച്ചനാണ്. പിന്നെ പണ്ഡിതനായ ഒരു പുരോഹിതനാണ് എന്ന് നമ്മൾക്കറിയാം. ദീർഘകാലം വിദേശത്ത് പോയി പഠിക്കുകയും നല്ല അറിവ് സമ്പാദിക്കുകയും നമ്മുടെ സെമിനാരിയുടെ ഡോക്ടറായി അനേക വർഷം ശുശ്രൂഷ ചെയ്യുകയും വേദസെമിനാരിയിലെ ഇൻസ്ട്രക്ടറായിട്ടും ഡീനായിട്ടും പ്രവർത്തിക്കുകയും അങ്ങനെ അനേകം വൈദിക വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വൈദികരായി നമ്മുടെ രൂപതയിലെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കും സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കുമെല്ലാം അനുകരണീയമായ ഒരു ഗുരുവായി അധ്യാപകനായി അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ശുശ്രൂഷ നിർവഹിക്കുന്ന പുരോഹിതനായി ഈ കുടുംബത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്ന്. നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരിയായിട്ടും ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ രൂപതയുടെ വികാരങ്ങളായി ഈ രൂപതയിലുള്ള എല്ലാ പ്രസ്തുലിക ശുശ്രൂഷകൾക്കും ദൈവികമായും ത്യാഗനിർഭരമായും ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് വാലിക്കലച്ചൻ്റെ ശുശ്രൂഷ ഈ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥനയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും ത്യാഗനിർഭരമായ സമർപ്പണത്തിൻ്റെയും ഭാഗമാണ് നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനൊരു എല്ലാ കുടുംബത്തിന് ഈ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ ആൺമക്കളും അതുപോലെ ഇവിടെ സഹകരായിരിക്കുന്ന മറ്റേ സഹോദരിമാരും നേതൃത്വം നൽകുന്നുവെന്നത് സന്തോഷത്തോടെ നമ്മളെ അനുസ്മരിക്കുക. അത് മാത്രമല്ല ഈ മത്സരാന്താവും കുടുംബാംഗങ്ങളും എല്ലാം വളരെ വിശ്വാസബോധത്തോടും എന്നാൽ ലാളിത്യത്തോടും സഭാസ്നേഹത്തോടും ഈ പൊതുസമൂഹത്തിൻ്റെ ശുശ്രൂഷകളിൽ വളരെയേറെ സന്തോഷത്തോടും പങ്കെടുക്കുന്നവരാണ്. ഈ മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാം ബഹുമാനപ്പെട്ട അച്ഛനോട് ചേർന്ന് ഈ ഇടവകയിലുള്ള മറ്റ് കുടുംബങ്ങൾക്ക് അനുകരിക്കാവുന്ന രീതിയിലുള്ള ക്രിസ്തീയ വിശ്വാസവും ജീവിതവും അതുപോലെ തന്നെ വേദനിക്കുന്ന ആൾക്കാർക്ക് വലിയ സമാശ്വാസം നൽകുന്ന ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പിതാവിനെ നമ്മൾ ഓർക്കുമ്പോൾ ഈ മരണം വേദനയുളവാക്കുന്നതിൽ തന്നെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള നന്ദി പറയുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചതിന് ശേഷമാണ് ഈ പിതാവ് ദൈവസ്ഥലത്തിലേക്ക് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നു. ദൈവം ദീർഘമായ കാലം ഈ ലോകത്തെ ജീവിക്കുവാൻ 90 വർഷക്കാലം ജീവിക്കുവാൻ അനുഗ്രഹം കൊടുത്തു എന്നുള്ളത് ദൈവം ഈ പിതാവിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നു എന്നതിൻ്റെ ബാക്കിയായ ഒരു അടയാളമായി കൂടി നമ്മൾ കരുതുകയാണ്. അങ്ങനെ തനിക്ക് ലഭിച്ച ജീവിതം ദൈവാസ്നേഹത്തിനും സഭാസ്നേഹത്തിനും മറ്റുള്ളവരോടുള്ള കരുതലിനും നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും നല്ല സംഭാവനകൾ നൽകുന്നതിനും വേദനിക്കുന്നവരോട് കരുണ കാണിക്കുന്നതിനും ഒക്കെ കാഴ്ചവെച്ചതിന് ശേഷമാണ് ഈ പിതാവ് സ്വർഗ്ഗത്തിലേക്ക് ഇപ്പോൾ കടന്ന് പോകും. ഈ പിതാവിനെ ദൈവ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് ഈ പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ഈ പിതാവ് ലോകത്തിലായിരുന്നപ്പോൾ പ്രകാരമാണ് കുടുംബത്തെയും സഭയും ബഹുസ്മുഖത്തെയും കരുതിയത്. അതിനേക്കാൾ കൂടുതലായി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നുകൊണ്ട് ഒരു മധ്യസ്ഥനായി നമ്മുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം ത്യാഗത്തോടെ സഹകരണത്തോടെ വളർത്തിയെടുത്ത ഈ ലോകയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന മനുഗ്രഹ സഭയുടെ ഒരു മകനായി സ്വർഗത്തിലെ നമ്മുടെ സഭയുടെ മധ്യസ്ഥനായി പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മരിച്ചവരോട് നമുക്ക് കാണിക്കുവാൻ സാധ്യമാകുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് അവരെ പ്രാർത്ഥനകളിലും കുർബാനകളിലും ഓർക്കുക എന്നുള്ളതാണ്. ഈ പിതാവ് ആ രീതിയിൽ പറയുമ്പോൾ വലിയ ഭാഗ്യമുള്ള ഒരു പിതാവാണ്. കാരണം പ്രധാനപ്പെട്ട എല്ലാ ദിവസവും താരിൽ കയറുമ്പോൾ കയ്യിൽ അപ്പവും മഞ്ഞെടുത്ത് എൻ്റെ മാതാപിതാക്കളെയും സഹോദരികളെയും ഗുരുക്കന്മാരെയും പ്രിയപ്പെട്ടവരെയെല്ലാം ഓർത്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വരം എല്ലാ ദിവസവും ഈ പിതാവിന് വേണ്ടി നമ്മുടെ അത്താരികളിൽ ഉണ്ടാകും എന്നുള്ളത് ഈ പിതാവിനെ സംബന്ധിച്ച് വളരെയേറെ അനുഗ്രഹീതമായ ഓർമ്മയാണ്. പിതാവിനെ മറക്കാതെ പ്രാർത്ഥനകളിലും കുർബാനകളും നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ മാനുഷികമായ കുറവുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എത്ര നല്ല മനുഷ്യർ നീതിമാന്മാർ പോലും ഒരു ദിവസം 7 പ്രാവശ്യം ലാഭത്തിന് വിധേയനാകുന്നുവെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളോ പരാജയങ്ങളോ ബലഹീനതകളോ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ നമ്മുടെ പ്രാർത്ഥന വഴിയായി കുർബാന വഴിയായി ഇതെല്ലാം പരിഹരിക്കപ്പെട്ട് സ്വർഗത്തിലെ മധ്യസ്ഥനായിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ മരണവും നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട്. ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്തെ ജീവിക്കുന്നത് മാറ്റിവെക്കപ്പെട്ട ഒരു മരണത്തിൻ്റെ അവകാശികളായിട്ടാണ്. നമ്മുടെ ജീവിതം എന്നാണ് ഈ ലോകത്തെ പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന് മാത്രമേ അറിയുവാനായിട്ട് സാധ്യമാകൂ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ശിഷ്ടാജീവിതം ദൈവത്തിൻ്റെ തിരുമനസ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ പിതാക്കന്മാരെ നൽകിയ നല്ല വിശ്വാസം കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറെ സമയത്ത് പോകുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി നാം ജീവിക്കണമെന്നും ഓരോ മരണവും നമ്മെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. ഈ പിതാവിൻ്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ സ്നേഹിതരായിരിക്കുന്ന മാതാവിനെയും അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യനും മറ്റേ കുടുംബാംഗങ്ങളും കൊച്ചുമക്കളും പാത്രയെല്ലാം ദൈവത്തിൻ്റെ സന്നിധികളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് പ്രത്യേക ആത്മശാന്തി നൽകട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ പിതാവിൻ്റെ സ്വർഗീയ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മോൺസോളച്ചമാര്, കോർപ്പസ്കോപ്പച്ചമാര്, വികാരിച്ചമാര്, നമ്മുടെ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, പരിശുദ്ധ സഭ എന്തോ കാലത്തിൽ കടന്നു പോകുന്ന പ്രത്യാശയുള്ള ആളുകളാണത്. ഉയർപ്പിനെ പറ്റിയുള്ള വലിയ പ്രത്യാശയിൽ ജീവിതം നയിക്കുന്ന നമുക്ക് പ്രത്യാശയിലേക്ക് കടന്നുപോയ ഈ വത്സര പിതാവിനോർക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ വൈദികരും കടന്നു ചെല്ലുന്ന ഇടവകൾ അവിടെ വൈദികരുടെ കുടുംബമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ കുടുംബമുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബമായിട്ടാണ് നമ്മളെപ്പോഴും കരുതുക. ഇവിടെ വൈദികരുണ്ട്, സമർപ്പിതരുടെ കുടുംബങ്ങളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയാണ് ചീരാൽ ഇടവക. ആ ഇടവകയിൽ പ്രേക്ഷിത ദൗത്യത്തിന് നിദാനമായി തീർന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജേക്കബ് ഓലിക്കലച്ചൻ. അച്ഛനാണ് ഈ ഇടവകയുള്ള പ്രഥമ ദൈവവിളി. ഓരോ ദൈവവിളിക്ക് പിന്നിലും മാതാപിതാക്കളുടെ നല്ല മാതൃകകളും അവരുടെ വിശ്വാസവും അവരുടെ സഭാസ്നേഹവും നിദാനമായിട്ടുണ്ട്. ഇത്തരത്തിൽ 90 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഇടവയ്ക്കും നല്ല മാതൃകയായി തീർന്ന ഒരു വത്സര പിതാവിനെയാണ് ഇടവ കുടുംബത്തിൽ മാറ്റമായിരിക്കുന്നത്. അവസാന നാൾ വരെയും ഏറ്റവും ഒടുവിൽ ഞാൻ പോയി സന്ദർശിച്ച് വിശുദ്ധ കുർബാന കൊടുത്തത് പെസഹ വ്യാഴാഴ്ചയാണ്. വളരെ സൗമ്യമായ ഒരു വ്യക്തിത്വമാണ്, കുലീനത്വമുള്ള ഒരു കുടുംബമാണ് വൈദിക കുടുംബം. ആ
ആ മാതാപിതാക്കൾ പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ കൃത്യനിഷ്ഠ പുലർത്തിയിരുന്ന ഒരു വന്യപിതാവാണ്. സഭയോടും വൈദികരോടും ഒക്കെ വളരെ ആദരവ് അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. വളരെ സൗമ്യമായ പെരുമാറ്റം, കൃത്യമായ ഇടപെടൽ അദ്ദേഹത്തിന് കാണുമ്പോഴൊരു നമ്മുടെ സ്വന്തം ഒരപ്പൻ്റെ ഒരു അനുഭവമാണ് നമുക്കൊക്കെ ഉണ്ടാകുക. അങ്ങനെ ഒരു വത്സല പിതാവിനെ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വൈദിക നിലയിൽ എനിക്കും ഒരു നഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരിക്കൽ കുടുംബം നമ്മുടെ ഇടവയ്ക്ക് വലിയ നന്മകൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബമാണ് മോൺസിഞ്ഞോർ അച്ഛൻ. അതുപോലെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും സഭയിലെ വിവിധ തലങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് മത്തായി ചേട്ടൻ നമ്മുടെ ഇടവയിൽ സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകനായതുകൊണ്ട് ഇപ്പോൾ അധ്യാപകനാണ്. കുടുംബം മുഴുവൻ ഞായറാഴ്ചകളിലും എല്ലാ പള്ളിയിലാണ്. ഒരു പള്ളി കേന്ദ്രീകരിച്ചാണ് അവരുടെ ജീവിതം മുഴുവൻ. എൻ്റെ നന്മയുള്ള അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാണ്. ആ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളും സഹോദരങ്ങളും ഒക്കെ ദൈവാലയവുമായിട്ട് വൈദികരുമായിട്ട് നല്ല അടുത്ത ബന്ധങ്ങൾ ആസ്വദിക്കും. വൈദികരെ വളരെ പിന്തുണയ്ക്കുന്ന സ്നേഹിക്കുന്ന കുടുംബമാണ്. പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളവരും അറിയിക്കുകയും അവർ വളരെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി സഹായിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിയുടെ നാമത്തിലുള്ള അനുശോചനം ഈ അവസരത്തിൽ വന്നിയ മോൺസിഞ്ഞോർ അച്ഛനെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം ഈ ദാസന് നിത്യമായ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഗ്യാരണ്ടീഡാണ്. കാരണം വിശുദ്ധ കുർബാനന്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്ന നിത്യജീവന്റെ ഗ്യാരണ്ടിയായി കിട്ടിയ ഒരു ഇതാണ്, ഉറപ്പാണ് അദ്ദേഹം. കാരണം അങ്ങനെ ജീവിതം നയിച്ച വ്യക്തിയാണ്. അത് കൂടുതൽ അത് ദൈവം ആശ്വാസത്തിൽ നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തുടർന്ന് ഇടവയ്ക്ക് വേണ്ടി നമ്മുടെ ഇടവയിലുള്ള നിലയിൽ നമ്മുടെ ബിബി തോമസ് സാർ ഒരു അനുശോചനം ചുരുങ്ങിയ വാക്കുകൾ, വളരെ ചുരുങ്ങിയ വാക്കുകൾ അറിയിക്കുന്നു. അതിനുശേഷം ഇടവ കമ്മിറ്റി അംഗങ്ങളുടെ സന്നിധിയായിട്ടുള്ള നമുക്കറിയാവുന്ന കമ്മിറ്റിക്കാരാണ്, അവർ ഉത്തരവാദിത്തത്തോടുകൂടി വന്ന് അത് ഗീത്ത് സമർപ്പിക്കുന്നു. അതിനുശേഷം വന്യ മോൺസിഞ്ഞോർ അച്ഛൻ പൊതുവായിട്ടൊരു നന്ദി പ്രകാശിപ്പിക്കുകയും തുടർന്ന് ദേശത്ത് പട്ടക്കാര് രണ്ടുപേര് യുക്തിനിയ അവിടെ നിർവഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവിടുത്തെ അന്ത്യകർമ്മങ്ങൾ അഭിന്റെ പിതാവിന്റെയും അതുപോലെ തന്നെ അന്ത്യ മോൺസിഞ്ഞോർ അച്ഛൻ്റെ സ്ഥാനത്തിൽ നിർവഹിക്കപ്പെടുകയും മൃതദേഹ പേടകം അടയ്ക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഉദ്ധരിക്കാൻ ഇവിടെ വെച്ച് തന്നെ നിക്ഷേപിച്ച് പറ്റി അടച്ച് നമ്മൾ സെല്ലാറിൽ കൊണ്ടുപോയി പ്രതിഷ്ഠമായിട്ട് കൊണ്ടുപോയി സംസ്കരിക്കും. അഭിന്റെ പിതാവ്, കോലപ്രസ്ഥന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സൈനികരെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ നിങ്ങളെ ഏകപക്ഷീകരണത്തിന് വൈകിയ വേളയിൽ കേൾക്കുന്നില്ല. 126 ഇടപെടാംഗങ്ങളുള്ള ശ്രീരാമയുടെ വകയിലെ കാരണവർ ഇന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായ സുദിനമാണെന്ന്. ഇന്നലെ വൈകിട്ട് അത്താഴം കഴിക്കുന്ന സമയം വരെ വളരെ ആരോഗ്യവാനായിരുന്ന സന്തോഷമായി ഭക്ഷണം സ്വീകരിച്ച് കഴിക്കുന്നതിനിടെ ഉണ്ടായ ഒരു പ്രയാസത്തിൽ നിന്ന് പെട്ടെന്നുള്ള മരണം, നല്ല ഒരു അന്ത്യം ലഭിച്ച പിതാവാണ് നമ്മുടെ മധ്യയായിരിക്കുന്നത്. ആ പിതാവിനെ കുറിച്ച് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. താൻ ജന്മം നൽകിയ മാതാവിനോടൊത്ത് ജന്മം നൽകിയ 6 മക്കള് ഈ സമൂഹത്തിന്, സഭയ്ക്ക്, സഭയോട് കൂടുതൽ സ്നേഹവും പ്രതിബദ്ധതയുമുള്ള മക്കളായി വളർന്ന് അവര് ഈ സഭയിൽ ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. പലപ്പോഴും മാതാപിതാക്കൾ ദുഃഖിക്കുന്നത് 2 കാര്യങ്ങൾ, ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് മക്കളെ കൊണ്ടാണ്. ഒന്ന്, മക്കളെ കുറിച്ചുള്ള വേദനകളല്ല, മറ്റൊന്ന് മക്കളെ കുറിച്ചുള്ള സന്തോഷമാണ്. ഈ പിതാവിന് തീർച്ചയായിട്ടും തൻ്റെ മക്കളെക്കുറിച്ച് സന്തോഷിക്കും. ഒരു വൈദികനായിട്ട് രൂപതയിലെ മലങ്കര സഭയിലെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് രൂപതയിലെ ജനറലായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പള്ളിക്കലച്ഛൻ സാമൂഹ്യ സേവന രംഗത്ത് ശ്രേയസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ശുശ്രൂഷ ചെയ്ത, അനേക വർഷങ്ങൾ ശുശ്രൂഷ ചെയ്ത ജോയി ഒരിക്കല് അദ്ദേഹം ആ പിതാവിൻ്റെ മകനാണ്. അനേക വർഷങ്ങൾ ഈ ഇടവകയുടെ സൺഡേ സ്കൂൾ പ്രഥമ അധ്യാപകനും ഇപ്പോഴും അധ്യാപകനുമായിരിക്കുന്ന മത്തായി, അതുപോലെ 3 സഹോദരിമാർ, അവർ ഈ സമൂഹത്തിന്, ഈ കൂട്ടായ്മയ്ക്ക് നൽകിയ വലിയ സംഭാവനയാണ്. അതുകൊണ്ട് ഈ അപ്പച്ചൻ നൽകിയ വലിയ സംഭാവന ഈ മക്കളാണ്. നല്ല മക്കളെ നൽകി അനുഗ്രഹിച്ചു ഈ സമൂഹത്തെ വളർത്തി ദൈവത്തിൻ്റെ സ്നേഹം ഈ മക്കളിലൂടെ പ്രദാനം ചെയ്തു. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് ദൈവ സന്നിധിയിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാട മരണം തീർച്ചയായിട്ടും
ആ കവാടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് യാത്രയാക്കുന്ന ആ വലിയ അനുഗ്രഹീത നിമിഷങ്ങളായിരിക്കുമ്പോൾ കർത്താവായ ഈശോ നമുക്ക് പറയുന്ന ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പിതാവായ ദൈവം തൻ്റെ മകനെ തൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അനുഗ്രഹീത സുദിനമാണ്. ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്താം. ഈ സമൂഹത്തെ ഓർത്ത് നമുക്ക് ഈ സമൂഹത്തിന് മക്കളിലൂടെ ലഭിച്ച വലിയ നന്ദിയെ, വലിയ സേവനത്തെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ പിതാവിനെ യാത്രയാക്കാം. ഈ മക്കളിലൂടെ ലഭിച്ച വലിയ വലിയ സേവനങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കാം. ഒരിക്കൽ കുടുംബം ഈ കൂട്ടായ്മയ്ക്ക്, ഈ സമൂഹത്തിന് നൽകിയ വലിയ സേവനങ്ങൾ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ പിതാവിൻ്റെ വലിയ ദൈവസ്നേഹമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടവക കൂട്ടായ്മയുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കൾ, മറ്റ് കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൂട്ടായ്മയുടെ പേരിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ദൈവങ്ങളുടെ നന്ദി, നമസ്കാരം. ഈ അവസരത്തിൽ ഇടവക കമ്മിറ്റി ദൈവത്തെ സമർപ്പിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ തന്നെ ഒരു ക്ഷമാപണത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് 4:30-ാണ്. പക്ഷേ രാവിലെ മുതലുള്ള ആത്മീയ ശുശ്രൂഷകൾക്കും അതുപോലെ വേണ്ട ക്രമീകരണമെല്ലാം ചെയ്ത് നമ്മുടെ ഇതുപോലെ ചാൻസലർ ബഹുമാനപ്പെട്ട ജോസഫ് ചെരുത്തിൽ അച്ഛനാണ്. ഒപ്പം തന്നെ മുഖ്യ വികാരങ്ങളായ അച്ഛൻ കിബിൾ അച്ഛൻ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ട ക്രമീകരണം ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൊല്ലമാടി അച്ഛൻ ഞാൻ പറഞ്ഞ അനുസരിച്ച് അഭ്യർത്ഥന അയച്ച് അച്ഛന് ഒരു ശുശ്രൂഷ നേതൃത്വം നൽകി. അതുപോലെ തന്നെ എല്ലാ മറ്റു വൈദികരെല്ലാം വന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തെന്ന് പ്രാർത്ഥിച്ചു. സിസ്റ്റേഴ്സ് പറഞ്ഞതിന് വളരെ നന്ദി കൃത്യമായിട്ട് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇടവേള കൈക്കാരൻ ശ്രീ ജോണി കണ്ണിവട്ടം, അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ സ്കറിയ പുന്നച്ചാലിൽ അവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ ഇടവയിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട എഫ്എമ്മും അതുപോലെ ബാപ്റ്റിസ്റ്റ് സിസ്റ്റേഴ്സ് ഇതിനു വേണ്ട എല്ലാ ക്രമീകരണം ചെയ്ത് സഹായിച്ചു. പോരാട്ടമുണ്ടാകാതെ ശ്രദ്ധിച്ചതിന് എൻ്റെ ഹൃദയം നന്ദി അറിയിക്കും. ഡോക്ടർ ജോസഫ് തോമസ് തിരുമേനി, രൂപതയുടെ മുഖ്യ വികാരജനങ്ങളായിരിക്കുന്ന വന്യ സെബാസ്റ്റ്യൻ പള്ളി കോർപ്പിസ്കപ്പച്ചൻ, വന്യ കോർപ്പിസ്കപ്പച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്തീനോസ് ഒരിക്കൽ പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് വേണ്ടി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. അങ്ങ് വിലയം പ്രാപിക്കുന്നതുവരെ ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. കർത്താവെ, അങ്ങേക്ക് വേണ്ടി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. അങ്ങ് വിലയം പ്രാപിക്കുന്നതുവരെ ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. തീർച്ചയായും കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ഓരോ വേർപാടും പിതാവായ ദൈവത്തിലേക്കുള്ള തിരിച്ചുപോക്കായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഏകദേശം 90 വർഷക്കാലം ശാരീരികമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പിതാവായിരുന്ന വത്സല പിതാവ് അപ്രതീക്ഷിതമായി ഇന്നലെ ബഹുമാനപ്പെട്ട തോമസ് സാർ സൂചിപ്പിച്ചതുപോലെ അത്താഴ സമയത്ത് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. മരണവിവരം അറിഞ്ഞ ഉടനെ ഞാൻ അഭിനയ പിതാവിനെ ഫോണിൽ വിളിച്ചു. ആ സമയം റെസ്പോണ്ട് ചെയ്തില്ല. കാരണം മൂത്തേടം ദേവാലയവകാശികൾ ഇന്ന് കരുവാരക്കുണ്ട് ഒരു ജൂബിലി സെലിബ്രേഷനുമായിട്ട് പിതാവ് ഒരുപാട് പ്രോഗ്രാമിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേ ഇവരെ മനസ്സിലാക്കി വിളിച്ച് പറഞ്ഞു. അതിനുശേഷം ഉടനെ അഭിനയ പിതാവിനെ തിരിച്ചു വിളിച്ചു. ഇത് പറഞ്ഞു, സാരമില്ല, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമായ ഒരു മരണമാണല്ലോ, ഞാൻ തീർച്ചയായിട്ടും വരും. ഇന്ന് വൈകിട്ടത്തേക്ക് അടക്ക് അല്പം നീട്ടിവെക്കണം. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം ഇന്ന് ആ വഴി തിരുവനന്തപുരത്ത് പോകാനൊക്കെ ഇരുന്നതാണ്, ഒരുപാട് പ്രോഗ്രാം ഏറ്റെടുത്തതാണ്. വളരെ ഔദാര്യത്തോടു കൂടി ആശ്വസിപ്പിച്ചതിന്, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പമായിരുന്നില്ല. ആ മരണവാർത്ത അറിഞ്ഞത് മുതൽ ഞങ്ങളെ ഒരുപാട് ആശ്വാസവാചനങ്ങൾ നൽകി ബലപ്പെടുത്തിയിരുന്നു. ഇന്ന് ഈ
ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അഭിയുടെ പിതാവ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവരുടെയും നാമത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അഭിയുടെ പിതാവ് സൂചിപ്പിച്ചു ഭാവത്തിനുവേണ്ടി ഇവിടെയില്ല. എന്നിരുന്നാലും ഈ വാർത്ത യഥാസമയം കർദിനാൾ തിരുമേനി അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പിതാവിൻ്റെ പ്രാർത്ഥനയും ആശ്വാസവും അറിയിക്കണമെന്ന് അഭിയുടെ പിതാവ് സൂചിപ്പിച്ചു. അഭിമന്യ ബാവ തിരുമേനിയുള്ള കടപ്പാട് രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കുക. ഇന്ന് ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവല്ല അതിരൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ തോമസ് മാർ കുറിലോസ് മെത്രാപ്പൊലീത്ത കരുവാരകളുടെ ജൂബിലി സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് ഭവനത്തിൽ വന്നതും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും പിതാവിൻ്റെ ആത്മശാന്തിക്ക് പ്രത്യേകമായിട്ട് ആത്മശാന്തി നൽകുന്നത്. ആ തിരക്കേറിയ സമയത്തിനിടയിലും കടന്നു വരുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പിക്കാനും ആർച്ച് ബിഷപ്പ് തിരുമേനി കാണിച്ച വലിയ മനസ്സിന് വ്യക്തിപരമായി കുടുംബമായും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. മറ്റു പിതാക്കന്മാർ ആശംസകൾ അനുശോചനം അറിയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ യുഹാനന്മാർ തിയോഡോഷ്യസ് തിരുമേനി, മാർത്താണ്ഡം മെത്രാപ്പൊലീത്ത വിൻസെന്റ് മാർ പൗലോസ് തിരുമേനി എന്നെ വിളിച്ചിരുന്നു. കുടുംബത്തോടുള്ള സ്നേഹവും കരുതലുമൊക്കെ അറിയിച്ചു. പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് അറിയിച്ചു. ആ രണ്ട് പിതാക്കന്മാരോടും അതുപോലെ തന്നെ മറ്റു പിതാക്കന്മാരോടും വ്യക്തിപരമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഈ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞുടൻ വന്യ മത്സ്യോറച്ചൻ ചീഫ് വികാർ ജനറൽ സെബാസ്റ്റ്യൻ കീപ്പിള്ളിക്കാർപ്പിസ്കോപ്പ് അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു. അച്ഛൻ ഉടനെ ഫോൺ എടുത്ത് പറഞ്ഞു, അയ്യോ ഞങ്ങളിപ്പോൾ വരാം, MES ഹോസ്പിറ്റലിൽ ബത്തേരി ഉടനെ തന്നെ വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അവിടെ വെച്ച് അച്ഛൻ്റെ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നും നന്ദി ജനറൽ അച്ഛൻ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ജോലി ചെയ്യുന്നത്. അരമനയിൽ പിതാവിനോടുകൂടെ ഇന്ന് പ്രത്യേകമായത് ഈ സമാപന ഭവനത്തിലെ മൂന്നാമത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് വന്യ സെബാസ്റ്റ്യൻ കീപ്പിള്ളിക്കാർപ്പിസ്കോപ്പ ജനറൽ അച്ഛനാണ്. വന്യ ജനറൽ അച്ഛൻ എൻ്റെ വ്യക്തിപരമായ പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെതായ പ്രത്യേക കടപ്പാട് അങ്ങേ അറിയിക്കുന്നു. അതുപോലെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രൂപതയുടെ ചാൻസലറായിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ജോസഫ് ചേരുവരുടെ അച്ഛനും നമ്മുടെ രൂപതയുടെ ഫിനാൻസ് ഓഫീസറായിരിക്കും പ്രൊക്കറേറ്റ് ആയിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ചാക്കോ വെള്ളം ചാൻഡച്ചനും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നു വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അച്ഛന്മാർ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ചാക്കോ അച്ഛൻ ജോസഫ് അച്ഛനും ഇമ്മാനുവലച്ചനും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് വന്യ ചാൻസലർ അച്ഛനും പ്രൊക്കറേറ്റ് അച്ഛനും പിതാവിൻ്റെയും സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ഇമ്മാനുവേൽ അച്ഛനുമായിരുന്നു. 3 വൈദികരോടുമുള്ള വ്യക്തിപരമായ കുടുംബത്തിൻ്റെതായ നന്ദി കടപ്പാടും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. അച്ഛന്മാരും ബഹുമാനപ്പെട്ട വൈദികരും ഒരുപാട് പേര് വിവിധ, എനിക്ക് തോന്നുന്നു മിക്ക വൈദിക ജില്ലകളിലെയും വൈദികർ ഞങ്ങളുടെ പ്രസ്ബിറ്റർ കൊളീജിയാലിറ്റി എന്ന് പറയാറുണ്ടല്ലോ, എല്ലാവരും ഞങ്ങളുടെ കൂട്ടായുള്ള ഒരു പ്രവർത്തനമാണ്, അജപാല ശുശ്രൂഷയാണ് ദൈവജനത്തിന് നൽകുന്നത് എന്ന് കുറച്ച് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും വിളിക്കുകയും വരാൻ അസൗകര്യമുള്ളവർ അനുശോചനം അറിയിക്കുകയും ബാക്കി സാധിക്കുന്നവരെല്ലാം മുന്നേ കോറപ്പിസ്കോപ്പച്ചന്മാരടക്കം വന്ന് വേണ്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും അച്ഛൻ്റെ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ബത്തേരി രൂപതയിലെ എല്ലാ വൈദികരെയും ഒറ്റ വാക്കിൽ നന്ദിയോടുകൂടി ദൈവഭാഗം സമർപ്പിക്കുന്നു. പ്രത്യേകം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട സിസ്റ്റേഴ്സ് ഇന്നലെ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബദരി സിസ്റ്റേഴ്സും DM സിസ്റ്റേഴ്സും ഒക്കെ അവിടെ ഹോസ്പിറ്റലിലൂടെ എത്തി. ഇന്നലെ വേണ്ട രീതിയിൽ പിതാവിനെ ഒരുക്കുന്നതിനും ഗാനങ്ങൾ ആലപിക്കുന്നതിനും ഉറക്കമിഴച്ചിരുന്ന വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും ബഹുമാനപ്പെട്ട ബദനി സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സാണ്. ഞാൻ അവരുടെ ചാപ്രനായതുകൊണ്ട് ഒരു സ്നേഹം കൂടുതലുണ്ടായിരുന്നിരിക്കുക, അല്ലെങ്കിലും അവർ ചെയ്യുന്നതാണ്. മദർ തേജസിൻ്റെ പ്രത്യേകമായ നിർദ്ദേശമനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സമയോചിതമായ അവരുടെ ഇടപെടലിലൂടെ അവരെല്ലാം വേണ്ട രീതിയിൽ ക്രമീകരിച്ച് തന്നിരുന്നു. ഗാനങ്ങൾ ആലപിക്കുവാനും എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ബദനി സിസ്റ്റേഴ്സിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി
അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട DM സിസ്റ്റർ മദർ ലിൻഡ തെരേസനെ വിളിച്ചിരുന്നു. അസൗകര്യമുള്ളത് കൊണ്ടാണ് മദർ ലിൻഡ തെരേസനും മദർ തേജസിനും സംബന്ധിക്കുവാൻ സാധിക്കാതെ പോയത്. മറ്റേ 2 പേരും 2 കോൺഗ്രേഷനിൽപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ യഥാസമയം ഭവനങ്ങളിലും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ട് നിയോഗിച്ചയച്ചു. ബഹുമാനപ്പെട്ട DM സിസ്റ്റേഴ്സ് എല്ലാം വന്നിരുന്നു. വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ബത്തേരി രൂപതയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഇടവകയിൽ നിന്നുള്ള FMM സിസ്റ്റേഴ്സ്, ജോൺ ദി ബാപ്റ്റിസ്റ്റ് സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ് ഓഫ് സീക്രട്ട് സയൻസ്, DSS സിസ്റ്റേഴ്സ് എന്നിവ എല്ലാവരും പ്രത്യേകമായ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് അവർ വിളിക്കുകയും പ്രാർത്ഥനയും അനുശോചനമൊക്കെ അറിയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഹൃദയം നിറഞ്ഞ നന്ദി. എനിക്കൊത്തിരി അത്ഭുതം തോന്നി. ഞാൻ ബത്തേരി രൂപ അധികം പള്ളികളിൽ നിന്നിട്ടില്ല. എന്നിരുന്നാലും ഒട്ടുമിക്കാലും 10 വൈദിക ജില്ലകളിൽ നിന്നും പ്രതിനിധികളായിട്ടെങ്കിലും ഒരുപാട് പേര് ഈ മരണവാർത്ത അറിഞ്ഞുകളും വീട്ടിലും ഇന്ന് ദേവാലയത്തിലുമൊക്കെ ആയിട്ട് സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചെയ്യുവാനായിട്ട് കടന്നു വന്നു. വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോലി ചെയ്യുന്ന അധ്യാപകര്, അനധ്യാപകര്, അങ്ങനെ വിവിധ മേഖലകളിൽ അജപാല ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഭവനത്തിലും ദേവാലയത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാ ദേവാലയങ്ങളിൽ നിന്നും കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ഞങ്ങളുടെ വത്സല പിതാവിന് ആത്മശാന്തി നൽകുന്നതിനും കാണിച്ച വലിയ മനസ്സിന് എല്ലാ വിവിധ ഇടവകളിൽ നിന്നുള്ള എല്ലാ ദൈവമക്കളെയും നന്ദിയോടുകൂടി ദൈവത്തിനുമായി സമർപ്പിക്കുന്നു, പ്രത്യേകം ഓർക്കുന്നു. തീർച്ചയായിട്ടും അത് എന്നോടോ എൻ്റെ കുടുംബത്തോടോ ഈ വത്സല പിതാവിനോടോ മാത്രമുള്ള സ്നേഹമല്ല, നേരെ മറിച്ച് അത് സഭയോടുള്ള സ്നേഹമാണ്. നമ്മൾ പറയാറുണ്ട് സഭയോടൊത്ത് ചിന്തിക്കുക. തീർച്ചയായിട്ടും അവർ നിറവേറ്റിയത് ഈ ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ദൗത്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ നിങ്ങളുടെ വിവിധ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നാട്ടിൽ നിന്നൊക്കെ സംസ്കാര ശുശ്രൂഷ ചെയ്യുവാൻ അകന്നിട്ടുണ്ട്. ക്ഷീണിതരാണ്. അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ അപ്പച്ചൻ ദേവസ്ഥാനത്തിൽ ഏൽക്കപ്പെട്ട നിമിഷം മുതൽ വീട്ടിലെ കാര്യങ്ങളും അപ്പച്ചൻ്റെ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ അയൽപക്കക്കാരാണ്. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ചീരാലിടവക്കാർ മാത്രമായിരുന്നില്ല. എല്ലാ മതത്തിൽപ്പെട്ട, എല്ലാ ജാതിയിലുംപ്പെട്ട, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ എല്ലാ കാര്യങ്ങളും കാലാവസ്ഥ അത്ര അനുകൂലമല്ലായിരുന്നു. എന്നിട്ടും വേണ്ട രീതിയിൽ ഒരുപാട് സമർപ്പണത്തോടുകൂടി ഞങ്ങളുടെ അയൽപക്കക്കാരും ഇടവകയിൽ നിന്നുള്ളവരുമൊക്കെ പ്രത്യേകം ഇടപെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒത്തിരി നന്ദി. ചിരാലിടവക എൻ്റെ മാതൃഭവനമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ഈ ഇടവകയിൽ നിന്നാണ്. ആദ്യത്തെ വൈദികൻ എന്ന ഒരു പ്രിവിലേജ് എനിക്കുണ്ട്. എന്നിരുന്നാലും എന്നെ ഞാനാക്കിയ ഈ ഇടവകയോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ക്രിസ്തുമന്ദിരത്തിൽ പറഞ്ഞു, ഞാൻ വരാൻ അല്പം താമസിക്കും, പക്ഷെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം അച്ഛൻ ചെയ്തു ക്രമീകരിച്ചിരുന്നത് പോലെ തന്നെ കൈക്കാരനും കണക്കിനും കമ്മിറ്റി അംഗങ്ങളും മറ്റു ഇടവകാംഗങ്ങളും എല്ലാം ചേർന്ന് വളരെ സന്തോഷത്തോടുകൂടി യാതൊരു കുറവും ഒരു കാര്യത്തിനും വരുത്താതെ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് സമയോചിതമായി ചെയ്തു തന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും കൈക്കാരനും കണക്കിനും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ഓരോ ഇടഭാഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആരും വിട്ടുപോയിട്ട് അതിരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, വത്സല പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പിതാവിനും അന്യവൈദികർക്കും പ്രിയപ്പെട്ട സമർപ്പിതർക്കും ഇടവാങ്ങുന്നവർക്കും നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് കാര്യത്തിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സങ്കടപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവരും ആത്മശരീരങ്ങളുടെ ദൈവവുമായി ഞങ്ങൾ ശ്രീനാഥമ്പുരാനെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനർ
അവൻ ന്യായവിധിക്കാതീനാകിയില്ല. പ്രത്യുത മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നരുളി ചെയ്ത മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കുന്നവന് ജ്ഞാനസമ്പൂർണമായി മനുഷ്യാവതാരങ്ങളെ കൽപ്പിച്ചു ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നേരിട്ടിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും സകല വിശുദ്ധന്മാരോട് ചേർന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുവാൻ ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ ദൈവത്തിന്റെ ശോഭയുടെ ശ്രീകളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രചോദിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുരിയേലായിസോ എന്ന് ഏറ്റുചൊല്ലണം. ഈ താൽക്കാലിക ജീവിതത്തിന്റെ യാത്രയായ ഈ ദാസന് എന്റെ സ്വർഗീയ സേനകളുടെ സഹായമായി കൊടുക്കേണ്ടത്. ഈ മൃത ശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളാക്കുന്ന ശരീരങ്ങളാൽ ഈ ദാസൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശാഭരണങ്ങളിൽ ഈ ദാസനെ വേണമേ. ഈ ദാസൻ സന്തോഷപൂർവ്വം പരിശുദ്ധാലുമായി സ്ത്രീയും പ്രവർത്തിക്കുമാറാകണമേ. പോരാട്ടങ്ങളുള്ള പ്രവൃത്തിക്കും വിശുദ്ധന്മാരോടുള്ള സൗഭാഗ്യത്തിനും നിത്യാജീവനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ നാമത്തിൽ ഈ തെളിവൊഴിക്കപ്പെടുന്നു.
ചിതറിയൊരസ്ഥികളും നേടും തേജസ്സാത്മാ ഒടുതനവും നാശം കൂടാ നിഴുന്നേൽക്കും. ഇവിടുന്ന് മാറിക്കൊടുക്ക് നിയമം ലംഘിച്ചു നീക്കേണ്ടാമതിയും ജീവനുമേകീടും ദൈവസുതൻ ജ്ഞാനിധി ചന്നവനാം സ്വർഗീയൻ ശക്തൻ സംസ്തുത്യൻ മൂലം വാദാമയോലം വീണാമേ വിശ്വാസികളെ പാവനരാക്കണമേ. നിമ്പാലഭാഗേ നിന്നവതൻ പുനരുദ്ധാപകനം ശീഘാനിൻ സ്തുതിയവരും പാടാ വരമേകാ. വത്സലരേ ദൂര തെന്തിനോ നിൽക്കുന്നു അരികിൽ വരിൻ ശ്രോതരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തി തുണ ചെയ്യുവാൻ വന്നില്ലാരും. മൽപേരെ സാക്ഷാൽ ഭയമുൾക്കൊള്ളുന്നേ അതിഭയപീഡകളൻ ചിത്തമിളക്കിടുന്നു. ഭുവനനിവാസികളെ സശുഭം വാണിടുവിൻ. ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. തിരുസന്നിധിയിൽ
സുമുഖ കേറും മൃതിയേ സ്നേഹിതനോ തുലസിക്കുന്നവനേകും കഥനം പാഴോടിലുയരം ശോശാന പൂക്കൾ കൈപ്പണിയല്ലാത്തൊരു വസ്ത്രം ആദം വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടം പുണ്യാത്മാക്കൾ പാഴോടിലുയരം ശോശാന പൂക്കൾ കൈപ്പണിയല്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടും പ്രദക്ഷിണമായി മൃതദേഹത്തെ വഹിച്ചുകൊണ്ട് നമ്മൾ കബറിടത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും മുന്നിൽ വീശുന്ന കച്ചേരികൾ, പുറകിലെ വീശുന്ന ശുശ്രൂഷകൻ. തുടർന്ന് നമ്മൾ മൃതദേഹം വഹിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ അതായത് തൊട്ടുമ്പിലായിട്ട് 2 മുത്തുകുടകൾ, പുറകിൽ 2 മുത്തുകുടകൾ പിടിച്ച് നമ്മുടെ കമ്മിറ്റികൾ ഉണ്ടാവണമെന്നായിട്ട് അഭ്യർത്ഥിക്കുന്നു. അങ്ങോട്ട് തിരിയുന്നു. ഹൃദയത്തിൽ ഇത് എഴുതു.
ചിതറിയൊരസ്ഥികളും നേടും തേജസ്സാത്മാവൊഴുകനും നാശം കൂടാതെഴുന്നേൽക്കും പാലിക്കുമോ ലോകം മുഴുവൻ മരണമുഖത്തിനടിമപ്പെടുവാനിടയാക്കിയ സൃഷ്ടാവാജ്ഞാനി സ്ഥാനേ നിന്നും നീക്കുന്നു ശക്തന്മാരാം മൃഗരെ ന്യായാധിപരെയും അധികാരമതീന്നും നമ്മുടെ കർത്താവരും മരിച്ചവരെ നോർപ്പിക്കുന്നവർക്ക് ശരണം നൽകുകയും ചെയ്തു. എന്റെ വാത്സല്യമുള്ളവരെ, ഞാൻ നിങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പോയി അംഗീകരിക്കപ്പെടേണ്ടതിനായി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും മരിച്ചവരെ അർപ്പിക്കുന്നതിനായി കണ്ണിമയ്ക്കുന്നതിനുള്ള നിന്റെ ആഗമനം മുഹൂർത്തം നിഗൂഢമായിരിക്കുന്നു. എനിക്ക് സമാധാനം തരുവീൻ. എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുകയും ചെയ്യുവിൻ. മഹത്വത്തോടെ വരുവാനൊരുങ്ങുമ്പോൾ മരിച്ചവർ ഉയർത്ത് സ്തുതി പാടും. കർത്താവിന്റെ ശബ്ദത്താൽ മരണം നീങ്ങിപ്പോവുകയും മരിച്ചവർ ഉയർത്ത് സ്തുതി പാടുകയും ചെയ്യും. പ്രതിസായുടെ അവകാശിയെ നിനക്ക് സ്വാഗതമെന്ന് ക്രോപേന്മാർ ആർപ്പുപിടിക്കും, ശ്രോപ്പേന്മാർ അട്ടഹസിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വന്ന കർത്താവ് നമ്മുടെ ഉയർപ്പിന് വേണ്ടി വരുവാനിരിക്കുന്നു. കാണും മരണത്തെ ദുർബലമാക്കുകയും ജീവിക്കുകയും ചെയ്ത കൂട്ടരെയും നീ ജീവിപ്പിക്കേണ്ടതിനായിട്ട് ശരീരങ്ങളും ആത്മാക്കളും നിന്നെ വന്നിക്കുന്നു. ശരീരം ഞാൻ അനുഭവിച്ചതിനാൽ ശബ്ദം എന്നെ ഉണർത്തുകയും ഉയർപ്പെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിന്നെ സ്തോത്രം ചെയ്യുകയും ചെയ്യുമാറാകണമേ. ജീവനുള്ള ശബ്ദം കബറടക്കപ്പെട്ടവരുടെ അടുക്കൽ ധ്വനിക്കും. അവർ തങ്ങളുടെ കബറുകളിൽ നിന്ന് അവന് മഹത്വം കൊടുക്കും. അർപ്പിക്കുന്നവന് കബറടക്കപ്പെട്ടവർ സ്തുതി അറിയിക്കുവാനായി അവർക്ക് പ്രഭാത സൂര്യൻ ഉദയം ചെയ്യും. രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ കർത്താവേ, മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ പ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യമക്കൾക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കുകയും വാഴുകയും ചെയ്യുന്നു. പിതാവായ ദൈവം, സ്വർഗീയ രാജാവ്, സൃഷ്ടാവുമായ കർത്താവേ, നിന്നെയും ദൈവമായ കർത്താവേ, നിന്നെയും ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമായ ദൈവത്തിന്റെ പാപത്തെ വഹിക്കുന്നവനുമായ എന്റെ പിതാവിന്റെ ഭാഗത്തോടെ ഇരിക്കുന്നവനെ ഏതോ നിയമോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധരുടെ ശിമിശിഹായ നീ മാത്രം കർത്താവുമാകുന്നു. കർത്താവായ ദൈവത്തിന് മഹത്വം. ആമേൻ. വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും സ്ത്രീകളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. കരുണയുണ്ടാകണമേ കർത്താവേ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. അവരവരോടെഴുന്നേറ്റു ചെയ്തിടുന്നു. പാർക്കുമോ ശരീരം രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി ജീവിപ്പാനു എന്നും കാത്തും മഹത്വം കള്ളനു കിട്ടിയ നിന്റെ വരം വൃദ്ധത്തെ സ്തുതി ചെയ്തോരാം മൃതരം കൈക്കൊണ്ടിടേണം. വിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തവോചിതമായ വിധമിശികൾ ശരണപ്പെട്ട് നിന്റെ പ്രാവശ്യരിക്കുന്ന ഈ വൃദ്ധനെ ദൈവത്തിന്റെ നിർമ്മല കരങ്ങൾ സ്വീകരിക്കുവാൻ നിന്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വരുന്നു ഈ ദാസനെ നൽകുമാറാകട്ടെ. കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഈ ദാസന പ്രദാനം ചെയ്യട്ടെ. കർത്താവ് ഇവന്റെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഈ ദാസൻ ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവമായി കളയട്ടെ. സമൃദ്ധമായ തന്റെ കരുണയുടെ ബഹുലത നിമിത്തം താൻ അവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചൊരിയുമ്പോൾ ഇവന്റെ മേൽ താങ്കൾ കരുണ ചൊരിയട്ടെ. ഈ ദാസന്റെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ വിശികാത്തപുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവരെ സംസ്കരിച്ച നീതീകരണം പ്രാപിക്കുവിൻ. മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചു കൊള്ളവൻ എന്നരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോടുകൂടി നിദ്ര പ്രാപിച്ച ഈ ഭക്തനായ തന്റെ ദാസനെ ദൈവം കൃപയോടുകൂടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ദൈവസന്നിധിയായ വത്സല പിതാവിന്റെ ആത്മാവിന്റെ മേലും ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളുടെ മേലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയിലാകണമേ.
ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.